ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അങ്ങനെയാണോ? എങ്കിലിനി അധിക നാള് അയാൾ ഇവിടെ നിർത്താൻ പാടില്ല. അതെ, എത്രയും പെട്ടെന്ന് നമുക്ക് അയാളെ പുറത്താക്കണം. നമ്മുടെ ഭാഗത്തെ ചെറിയ പാളിച്ചകൾ പോലും നമ്മളെ തന്നെ കാട്ടിക്കൊടുക്കുന്ന അവസ്ഥയുണ്ടാവും. അങ്ങനെ സംഭവിച്ച ഇതുവരെ നമ്മൾ കഷ്ടപ്പെട്ടതെല്ലാം വെറുതെയാവും. ദുർഗ ടെൻഷനാവാതെ, അങ്ങനെ ഒന്നും സംഭവിക്കില്ല. എന്താ മോളെ? മോൾക്ക് അമ്മയോട് സംസാരിക്കാൻ ഉണ്ടോ? അമ്മ ഈ വർക്ക് ഒന്ന് തീർത്തോട്ടെ, എന്നിട്ട് സംസാരിക്കാം. ശരി, പറഞ്ഞോ. എന്താ അമ്മയോട് മോക്ക് പറയാനുള്ളത്? എന്താ പൂർണിമയെ മോള് പറയണത്? ദുർഗയും കിരണിനെയും വീട്ടിലേക്ക് വിളിക്കണമെന്നാ മോള് പറയുന്നത്. ആഹാ, മോൾക്ക് അവരെ ഒരുപാട് ഇഷ്ടായി തോന്നണൂലോ. അല്ലെങ്കിലും ദുർഗ നല്ലൊരു കുട്ടിയമ്മേ, ആർക്കും അവളെ ഇഷ്ടാവും. ബർത്ത്ഡേക്ക് എല്ലാരും വന്നപ്പോ നല്ല രസമായിരുന്നു അല്ലേ? മോളെ ഇത്രയ്ക്ക് ആഗ്രഹിച്ച നിലയ്ക്ക് നീ ദുർഗയും കിരണിനെ ഇങ്ങോട്ട് വിളിക്ക പൂർണിമേ. ആഹാ, വിളിക്കാമേ. എന്റെ മോള് എപ്പോഴും ഇതുപോലെ സന്തോഷായിട്ടിരിക്കണം. അതിനുവേണ്ടി അമ്മ എന്തും ചെയ്യും. വാ ചെല്ല്. ദുർഗമോളുടെ കാര്യം ഓർത്തിട്ടാ എനിക്ക് വിഷമം. അക്ഷയേക്കാൾ മൂത്തല്ലേ ദുർഗ. എന്നിട്ടും അവളുടെ വിവാഹം ഇനിയും വൈകിപ്പിക്കുന്നത് ശരിയാണോ? ഉടനെ വിവാഹം വേണ്ടെന്ന് ദുർഗനല്ലേ അമ്മയെ പറഞ്ഞത്? നീ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നിന്റെ ഭാര്യ എന്റെ കൊച്ചിന് കൊണ്ടുവന്ന കല്യാണത്തിന്റെ മഹത്വം കൊണ്ടാ അവള് കല്യാണം പോലും വേണ്ടാന്ന് വെക്കുന്നത്. അമ്മ വിഷമിക്കാതെ. ദുർഗമ്മയുടെ വിവാഹം സമയാകുമ്പോ ഭംഗിയായിട്ട് നടന്നിരിക്കും. അതിന് നമ്മൾ ആലോചിക്കണ്ടേ കുട്ടാ. ഇവനല്ലേ ആ കാര്യത്തിന് ഉത്തരവാദിത്തം കാണിക്കേണ്ടത്. ഇവൻ ഇങ്ങനെ ഉഴപ്പിയാലെങ്ങനെയാ? എന്റെ മോളുടെ കാര്യത്തിൽ എനിക്ക് വിഷമമില്ലെന്നാണ് അമ്മ പറയുന്നത്. എന്റെ പരിമിതികൾ മറ്റാരേക്കാളും അമ്മയ്ക്കറിയാലോ. അതൊക്കെ എനിക്കറിയാം. എന്ന് കരുതി ദുർഗയുടെ ഭാവി കാര്യത്തിൽ ഒരു ഉറപ്പുണ്ടാക്കണം. അവളെ സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിക്കുകയും വേണം. എങ്കിലേ എനിക്ക് സമാധാനം കിട്ടുമോനെ. ദുർഗമ്മളുടെ കാര്യം ആലോചിച്ച് നിങ്ങൾ രണ്ടുപേരും വിഷമിക്കണ്ട. അവളുടെ അമ്മയെ പോലെ തന്നെ മിടുമിടിക്കുകയാണ്. ജേസിയുടെ സ്വഭാവമാണ് ദുർഗക്കെങ്കിലേ എനിക്ക് യാതൊരു ടെൻഷനും ഉണ്ടാകില്ലായിരുന്നു. പക്ഷേ ഇവൾ അങ്ങനെയല്ല. ദുർഗ ഒരു പാവാ. ആരോടെങ്കിലും എതിർത്ത് സംസാരിക്കാനോ കാര്യങ്ങൾ പക്വതയോടെ കൈകാര്യം ചെയ്യാനോ ഒന്നും അവൾക്ക് അറിയില്ല. അതൊക്കെ വെറുതെ നിങ്ങൾക്ക് തോന്നുന്നതാ. അവളുടെ അമ്മേരെ എന്തെങ്കിലും ഒരു കഴിവ് മോൾക്ക് കിട്ടാതിരിക്കുവോ? ജയശ്രീയെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് എന്നും അഭിമാനം മാത്രമേ തോന്നിയിട്ടുള്ളൂ. എന്ത് കാര്യത്തെയും തന്റെ ഇടത്തോടെ നേരിടുവാൻ ജയശ്രീക്ക് കഴിയും. അതെ, എന്നിട്ടും അവൾക്കുണ്ടായ ഗതി എന്താണെന്ന് അറിയാലോ. അപ്പൊ പിന്നെ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ മനക്കെട്ടിയില്ലാത്ത എന്റെ ദുർഗയുടെ കാര്യം പറയണോ? അമ്മയ്ക്ക് ആ ഒരു സങ്കടം വേണ്ട. നമ്മുടെ ദുർഗയുടെ കല്യാണം ഭംഗിയായി നടത്തിയിട്ട് ഞാൻ ഇവിടുന്ന് പോകും. അല്ലേ ദേവട്ടാ? അതെ, ദുർഗമ്മയുടെ കഴുത്തിൽ താലി വീഴുന്ന മുഹൂർത്തമാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസം. ദുർഗയുടെ കല്യാണം ഞാൻ ജീവിച്ചിരിക്കുമ്പോ നടത്തില്ല.
എന്താ ഗിരിജ? എന്താ നീ ഇങ്ങനെ ആലോചിച്ച് നിക്കുന്നേ? അതൊക്കെ പറയാം. വാ. ഏ? എന്താ? നാത്തൂന് ഇവിടെ നടക്കുന്ന വല്ലതും അറിയുന്നുണ്ടോ? എന്താ എന്താ കാര്യം? ആ കുട്ടേട്ടനും അമ്മയും ദേവേട്ടനും കൂടി ആ നാശത്തിന്റെ കല്യാണം നടത്താനുള്ള പ്ലാനില്ല. ആരുടെ? ദുർഗയുടെയോ? അതെ, അയാൾ അവളുടെ കല്യാണം നടത്തിയിട്ട് പോകുന്ന പറയുന്നേ. ഓഹോ, അങ്ങനെയാണോ? എങ്കിലിനി അധിക നാള് അയാൾ ഇവിടെ നിർത്താൻ പാടില്ല. അതെ, എത്രയും പെട്ടെന്ന് നമുക്ക് അയാളെ പുറത്താക്കണം. ചക്കരമാവിയാണോ? ആഹാ, നിങ്ങൾ മോളെ ഇങ്ങോട്ട് കൊണ്ടുവന്നോ? ഞാൻ അങ്ങോട്ട് വന്നേനല്ലോ. അതിനെന്താ ചേച്ചി, ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുമായിരുന്നു. വേറെ തിരക്കൊന്നും ഇല്ലെങ്കിൽ രണ്ടാൾക്കും എന്റെ കൂടെ വീട്ടിലേക്ക് വന്നൂടെ? മോൾക്കത് വലിയ സന്തോഷാവും. അതിന് ഇനി ഒരുപാട് സമയമുണ്ടല്ലോ ചേച്ചി, അല്ലേ കിരൺ? അതെ, ഇനിയിപ്പോ കല്യാണവും അതിന്റെ ഓരോ ആവശ്യങ്ങൾ വരാൻ പോവല്ലേ. അത് വേറെ. ഇതെന്റെ ധ്വനിമോൾക്ക് വേണ്ടിയാ. കഴിഞ്ഞ ദിവസം ഞാൻ മോക്ക് വാക്ക് കൊടുത്തായിരുന്നു നിങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുവരുമെന്ന്. മോളെ, ആന്റിയോടും അങ്കിളിനോടും നമ്മുടെ വീട്ടിലോട്ട് വരാൻ പറ. വീട്ടിലോട്ട്. ആ കണ്ടോ, നിങ്ങൾ രണ്ടുപേരും വരാനാ മോള് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ വന്നില്ലെങ്കിൽ അതിനർത്ഥം ധ്വനിമോളോട് നിങ്ങക്ക് സ്നേഹമില്ലെന്നാ. അങ്ങനൊന്നും പറയല്ലേ ചേച്ചി, ഞങ്ങൾക്ക് ധ്വനിമോളെ ഒരുപാട് ഇഷ്ടം. പിന്നെ ആ ഇഷ്ടം വെറുതെ വാക്കിൽ മാത്രം പോരാ, പ്രവൃത്തിയിലും വേണം. വാശി പിടിക്കല്ലേ മോളെ. വീട്ടില് പറഞ്ഞില്ല എന്നാണ് പ്രശ്നമെങ്കിൽ അത് പ്രോബ്ലം ഇല്ല. ആ കാര്യം ഞാൻ ഏറ്റു. നിങ്ങളെ ഞാൻ തന്നെ വീട്ടിൽ കൊണ്ട് വിട്ടോളാം. നമുക്ക് പോയിട്ട് വരാം ദുർഗ. ശരി, ഞങ്ങൾ വരാം. മോളുടെ സന്തോഷം കണ്ടില്ലേ? ഈ ചിരി കാണാനാ ഞാൻ നിങ്ങളെ നിർബന്ധിച്ച്. പോവാ മോളെ. വാ ദുർഗ.